ഗായ്സ് ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഫുഡല്ല, പഞ്ചാമൃതം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈന്തപ്പഴം, തേന്, ഉണക്കമുന്തിരി, അതുപോലെ പനങ്കൽക്കണ്ട്, ശർക്കര, നെയ്യ്, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ തൈരും കുക്കുമ്പറൊന്നും വേണ്ട, അത് അതിൻ്റെ ഒപ്പം വാങ്ങിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കുഞ്ഞൂസ് അവന് വേണ്ട പനീർ എടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളിത് പണി തുടങ്ങി. ആൾ വന്നിട്ട് ഇതാ ശർക്കരയൊക്കെ പൊടിക്കുന്നുണ്ട്. ശർക്കരയും പനങ്കൽക്കണ്ടൊക്കെ പൊടിച്ച് ശരിയാക്കുന്നുണ്ട്. ഞാൻ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് തരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പഴമൊക്കെ തൊലി കളഞ്ഞ് കൊടുക്കുന്നുണ്ട്. എളുപ്പപ്പണിയാണ് വേണ്ടി നിന്നാണ്, പക്ഷെ അത് നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒത്തിരി പഴം പഴുപ്പ് കൂടിയപ്പോഴേ അതൊക്കെ ഒട്ടി പിടിച്ചു അതിൽ. അപ്പം മെല്ലെ അത് ആവണുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആളും കൂടെ വന്നു കേട്ടോ, അത് ഉടയ്ക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വേഗം വേഗം പണിയാവുമല്ലോ രണ്ടുപേരും കൂടെ കൂടുമ്പോൾ. അങ്ങനെ അത് ചെയ്യേണ്ട. അതിൻ്റെ ഇടയിൽ കുഞ്ഞൂസ് വന്നിട്ട് ക്യാമറയുടെ സ്റ്റാൻഡിൽ ഞങ്ങളെ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കാനുണ്ട്. അത് പിടിച്ച് കുലുക്കൊക്കെ ചെയ്യാണ്. അപ്പോൾ അത് ചെയ്യേണ്ട പറയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാളൂട്ടി വന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ, എന്താ ഈ ഫുഡ് ആയോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവർ. അത് കഴിഞ്ഞ് അവർ പോയി TV കണ്ടോളി ഇരുന്നോളൂ കേട്ടോ. വലിയ ശല്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ഈ പഴം വന്നിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഒരു കൊല പഴം നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അല്ല, നേന്ത്രപ്പഴം ചെറുപഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പകുതിയൊക്കെ കഴിക്കുക ഞങ്ങളും കഴിച്ച് അടുത്ത വീട്ടിലൊക്കെ കൊടുത്തു. പിന്നെ ബാക്കി ഉണ്ടായിരുന്നു ഇങ്ങനെ കറുക്കണു. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ട പറഞ്ഞിട്ടാണ് ഞങ്ങൾ പഞ്ചാമൃതത്തിലേക്ക് എത്തിയത്. അങ്ങനെ ആൾ യൂട്യൂബൊക്കെ നോക്കി റെസിപ്പി പഠിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈന്തപ്പഴമൊക്കെ തൊലി കളഞ്ഞ് വെച്ച് എല്ലാം പൊടിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആളുടെ ഡ്യൂട്ടിക്ക് കിടക്കും അത് വെക്കാൻ. അപ്പം ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് കിടന്നു. എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. വേറെ ഒന്നുമല്ല, തൈര് കണ്ടപ്പോഴേ കുറേ ദിവസമായി തൈര് കൂട്ടിയിട്ട്. അപ്പോൾ തൈര് കൂട്ടി ചോറുണ്ടാകാൻ പറഞ്ഞിട്ട് രാവിലത്തെ ഉച്ചത്തെ ഉപ്പേരി ഉണ്ടായിരുന്നു. ഉണക്കമുളകല്ലേ, അല്ല എന്താണ് പറയുക, കൊണ്ടോട്ട മുളകൊക്കെ വറുത്ത് നമ്മുടെ പൂളക്കിഴങ്ങ് കറിയും എല്ലാം തൈരൊക്കെ ഇട്ട് കുഴച്ച് ഞാനിരുന്ന് കഴിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ആളിതവിടെ വെക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം വന്നിട്ട് നിറയെ നെയ്യ് വേണം കേട്ടോ. ഇത് പഞ്ചാമൃതം ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ നെയ്യൊക്കെ ഒഴിച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് നമ്മുടെ കറുത്ത മുന്തിരി ഇട്ട് കൊടുത്തു കേട്ടോ. കറുത്ത മുന്തിരി എനിക്ക് ഒരുപാട് ഇഷ്ടമില്ലാത്തവർ കുറച്ച് കമ്മിയാക്കി വയ്ക്കും കേട്ടോ. അത് ചിലവർക്കത് പിടിക്കില്ലല്ലോ മുന്തിരിയുടെ ടേസ്റ്റ്. ഇവിടെ പിള്ളേരും അത് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വറുത്ത് കോരി മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ശർക്കര ഇട്ടു കേട്ടോ. അതുപോലെ ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ തിക്കിനനുസരിച്ച്. പക്ഷെ ഇത്തിരി വെള്ളം അധികം ഒഴിക്കണമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒഴിച്ചപ്പോൾ കുറച്ച് കമ്മിയായി പോയി. അത് വെന്തൊക്കെ വന്നപ്പോഴേക്കും വെള്ളത്തിൽ വറ്റി ഇത്തിരി തിക്കായിട്ടാണ് പഞ്ചാമൃതം. അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്നിട്ട് അതിലേക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര ഒത്തിരി ഉരുകിയപ്പോൾ ഈന്തപ്പഴം ഇട്ട് കൊടുത്ത് ആ വെള്ളത്തിൽ കിടന്ന് ഈന്തപ്പഴം വേവണം. ഈ ഈന്തപ്പഴവും അതുപോലെ നമ്മുടെ ചെറുപഴം എല്ലാം അതിൽ കിടന്ന് വേവണം. അപ്പോൾ വേവുമ്പോൾ വെള്ളം വറ്റുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. പിന്നെ ഇത് ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എന്തെങ്കിലും പോരായ്മ വേണ്ടേ, അതുകൊണ്ടായിരിക്കാം ഇത്തിരി വെള്ളം കുറച്ച് കുറഞ്ഞു. അത് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഇത്തിരി ഈന്തപ്പഴമൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് പഴം ഇട്ടിട്ടുണ്ട് കേട്ടോ. പഴം ഇട്ട് അതുപോലെ നന്നായി മിക്സ് ചെയ്യണ്ടേ. ഈ പഴം ഇട്ടതിന് ശേഷം നമ്മൾ ഇത്തിരി നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്താ വെച്ചാൽ വെള്ളം അധികം ഇല്ലല്ലോ, പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അത്ര പ്രശ്നമില്ല, എന്നാലും നോൺ സ്റ്റിക്കിലും അടി പിടിക്കും, അത് വേറെ. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിയല്ല, ഞങ്ങൾ ചതക്കുകയാണ് ചെയ്തത്, പൊടിക്കാൻ വേറെ വഴിയില്ല. അപ്പം ഞങ്ങളത് അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മളെന്തല്ലേ കഴിക്കണുള്ളൂ, അത് പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ആ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി വേവിക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ പണി ഗൈസ്. ഇളക്കി 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 കൈയുടെ ഊപ്പാട് പോവും, മാതിരി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. കുറേ ഇളക്കുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇളക്കാൻ വന്നതും ആദ്യം തന്നെ അതിൻ്റെ ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ. പഴവും ശർക്കരയൊക്കെ അല്ലേ വെന്ത് തുടങ്ങി, നല്ല മണം വരുന്നുണ്ട് നെയ്യിൽ കിടന്നിട്ടുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല, മധുരമൊക്കെ ഉണ്ട്. പിന്നെ ഇത് അപ്പോഴേക്കും ഒക്കെ റെഡിയാക്കിയപ്പോൾ എനിക്ക് ടേസ്റ്റ് നോക്കാൻ കൊണ്ടുവന്നേ. ഞാൻ കഴിച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പഴത്തിൻ്റെ ഒരു പച്ചച്ചുവയുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മാറണം പറഞ്ഞപ്പോൾ ആളൊന്നും കൂടെ അത് ഇളക്കിക്കൊണ്ടിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഏതാണ്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തണുത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ തേൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പഞ്ചാമൃതത്തിലേക്ക് തേൻ അത്യാവശ്യം നിറയെ ഒഴിക്കുന്നുണ്ട്. തേനും ഒഴിച്ച് അതേപോലെ പനങ്കൽക്കണ്ട് പൊടിച്ച് വെച്ചതും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നന്നായി ചൂടാറിയിട്ട് വേണം തേനും ഈ കൽക്കണ്ടത്തിൻ്റെ പൊടിയും ചേർക്കാൻ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ആളെനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.